രാവിലെ ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു. കള്ളൻ ഈ കാറിലാണ് രക്ഷപ്പെട്ടത്. CCTV ദൃശ്യങ്ങളിൽ കാറിന്റെ നമ്പർ പതിഞ്ഞില്ലെങ്കിലും മെഹലിന് കാറിന്റെ മോഡൽ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞു. മെഹൽ സിറ്റിയിൽ അതുപോലെയുള്ള കാറുകൾക്കായി തിരഞ്ഞു. അതിൽ മെഹലിന് 3 പേരെ സംശയം തോന്നിയ 3 പേരെയും ഡിറ്റക്റ്റീവ് മെഹൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അതിൽ ലിസയോട് ചോദിച്ചപ്പോൾ ലിസ പറഞ്ഞു, കഴിഞ്ഞ 3 ദിവസമായി ഞാൻ പുറത്തു പോയിട്ടേ ഇല്ല. കാറ് പുറത്ത് പാർക്ക് ചെയ്തിരുന്നു. കെന്നിനോട് ചോദിച്ചപ്പോൾ കെന്നി പറഞ്ഞു, എന്റെ കാലിന് ഒടിവുണ്ട്, എനിക്ക് കാർ ഓടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ബാങ്ക് കൊള്ളയടിച്ചിട്ടില്ല. ജേക്കബിനോട് ചോദിച്ചപ്പോൾ ജേക്കബ് പറഞ്ഞു, എന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ബാങ്ക് കൊള്ളയടിച്ചിട്ടില്ല. എന്താ നിങ്ങൾക്ക് ഈ സീൻ നോക്കി പറയാമോ ഇതിൽ ആരായിരിക്കും കൊള്ളയടിച്ചതെന്ന് ആലോചിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. അതെ, കെന്നാണ് കൊള്ളയടിച്ചത്. കാരണം കെന്നിന്റെ വലത് കാലിന് ഒടിവുണ്ട്, അതുകൊണ്ട് വലത് കൈയിലാണ് സ്റ്റിക്ക് പിടിക്കേണ്ടത്. പക്ഷേ ഇടത് കൈയിലാണ് സ്റ്റിക്ക് പിടിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് കെൻ കാലിന് ഒടിവുള്ളതായി അഭിനയിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. റോഹൻ സ്കീയിങ്ങിനായി പുറത്തു പോയിരുന്നു. അതിനുശേഷം അവൻ വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടിൽ നിന്നും ആരോ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചതായി കണ്ടെത്തി. വീടിന് പുറത്ത് കള്ളന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയ ഡിറ്റക്റ്റീവ് മെഹൽ റോഹന്റെ റിലേറ്റീവ്സിനെ സംശയിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. റോഹന്റെ അമ്മാവനോട് ചോദിച്ചപ്പോൾ റോഹന്റെ അമ്മാവൻ പറഞ്ഞു, എന്റെ പരിക്കുകൾ കാരണം ഞാൻ വീൽചെയർ ആണ് ഉപയോഗിക്കുന്നത്, എനിക്ക് നടക്കാൻ പോലും കഴിയില്ല, പിന്നെ ഞാൻ എങ്ങനെ മോഷ്ടിക്കും? അവന്റെ സഹോദരിയോട് ചോദിച്ചപ്പോൾ അവന്റെ സഹോദരി പറഞ്ഞു, ആ ദിവസം ഞാൻ എന്റെ വീട്ടിലായിരുന്നു, എനിക്ക് മറ്റൊന്നും അറിയില്ല. അവന്റെ ആന്റിയോട് ചോദിച്ചപ്പോൾ അവന്റെ ആന്റി പറഞ്ഞു, ആ ദിവസം ഞാൻ ക്രിസ്മസിന് വേണ്ടി ക്രിസ്മസിന്റെ തലേന്ന് എന്റെ വീട് ഡെക്കറേറ്റ് ചെയ്യായിരുന്നു. എന്താ നിങ്ങൾക്ക് പറയാമോ ഇതിൽ ആരായിരിക്കും അത് മോഷ്ടിച്ചതെന്ന്? അങ്കിൾ, സിസ്റ്റർ ഓർ ആന്റി? ആലോചിച്ചുകൊണ്ടേയിരിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ.